Guys, അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇന്ത്യൻ മോട്ടോർ വാഹന വിപണിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച സെഗ്മെന്റിൽ വിട്ടിട്ടുള്ള ബൈക്കുകളാണ് അഡ്വഞ്ചർ ബൈക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോന്റെ എക്സ്പൾസ് മുതൽ നമ്മുടെ ജർമ്മൻ ബൈക്ക് ഭീമന്മാരായിട്ടുള്ള BMW-ന്റെ R1250 GS വരെ ഇന്ന് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ബൈക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പൾസ് അതേപോലെ തന്നെ ഹിമാലയൻ ഒക്കെയാണ്. പ്രീമിയം ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീമിയം ബൈക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് BMW-ന്റെ തന്നെ 310 GS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞൻ മോഡലും KTM-ന്റെ അഡ്വഞ്ചർ 390 എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മോഡലും നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ആ ഒരു അഡ്വഞ്ചർ ബൈക്കുകളോടുള്ള പ്രിയം അല്ലെങ്കിൽ ഇപ്പോൾ വിപണിയിലുള്ള ആ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു പല ബ്രാൻഡുകളും അവരുടെ പുതിയ അഡ്വഞ്ചർ ബൈക്കുകൾ ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് മൈലേജ് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ഒരുപാട് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും പാടില്ല, എന്ന് വെച്ചാൽ ഫീച്ചേഴ്സിൽ കുറവും പാടില്ല, അത്തരത്തിലുള്ള ബൈക്കുകൾക്കായിരിക്കും വിജയിക്കാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു കട്ട കോമ്പറ്റീഷൻ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പൊ അത്തരത്തിലുള്ള സെഗ്മെന്റിലേക്ക് 2020 വരാൻ സാധ്യതയുള്ള 5 ബൈക്കുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്കൊക്കെ സ്വന്തമായിട്ട് വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് തീരുമാനിക്കുക ഏത് ബൈക്ക് എടുക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഏതൊക്കെ ബൈക്കുകളാണ് 2020 ഇറങ്ങാൻ സാധ്യതയുള്ള വണ്ടികളെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആ ഒരു സെഗ്മെന്റിലെ ആദ്യത്തെ ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ KTM-ന്റെ അഡ്വഞ്ചർ 250 ആണ്. ഇപ്പൊ 2020 ജനുവരിയിലാണ് നമ്മുടെ KTM അഡ്വഞ്ചർ 390 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഏകദേശം ആ ഒരു ബൈക്കിന്റെ രൂപസാദൃശ്യം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ KTM-ന്റെ 790-യുടെ രൂപസാദൃശ്യൊക്കെ ആയിട്ടാണ് നമ്മുടെ അഡ്വഞ്ചർ 250-യുടെ വരവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ KTM Duke 250-യുടെ പോലെ തന്നെ ആയിരിക്കും എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ, അതായത് 30 bhp പവർ, അതേപോലെ തന്നെ 24 Nm ടോർക്ക്. പിന്നെ എഞ്ചിൻ സൈഡിലും വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും, ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആയിരിക്കും. അഡ്വഞ്ചർ 390 കാണുന്ന നമുക്ക് ആ ഒരു TFT ഡിസ്പ്ലേയും അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള്, പിന്നെ ആ ഒരു LED ഹെഡ്ലൈറ്റ്, അത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കില്ല. പക്ഷെ ലുക്കിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ശരിക്കും ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണത്. ആ ഒരു ബൈക്ക് നമുക്ക് വൈകാണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഏകദേശം ഒരു 2,25,000 രൂപയാണ് ഈ ഒരു മോഡലിന്റെ വില വരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ. നിലവിൽ ഈ ഒരു മോഡലിലും നമുക്ക് അഡ്വഞ്ചർ 390 പോലെ തന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഡബിൾ പർപ്പസ് ടയേഴ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയാ, ഓഫ് റോഡ് ഒക്കെ പോകാൻ പാകത്തിന് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ട്രാവലിങ്ങോട് കൂടിയുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലും എന്തായാലും ഉണ്ടായിരിക്കും. സുസുക്കിയുടെ V-Strom 250 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതാണ് ശരിക്കും ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അഡ്വഞ്ചർ ബൈക്ക് സെഗ്മെന്റിൽ സുസുക്കിയുടെ തന്നെ ഒരു മുഖമുദ്ര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ V-Strom സീരീസിനെ വിളിക്കാം. നിലവിൽ സുസുക്കിയുടെ V-Strom 650 XT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മോഡലിൽ ഒരു കുഞ്ഞനിയൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് V-Strom 250 വിളിക്കാം. നിലവിൽ 248cc പാരലൽ ട്വിൻ എഞ്ചിനോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡലിന്റെ വരവ് എന്ന് പറയുന്നത്. ഇനി എഞ്ചിൻ സ്പെക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, അതേപോലെ തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. പവർ ഫിഗേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് 25 bhp ആണ് ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 23 Nm ടോർക്കും ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു മോഡലിലും അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് അതേപോലെ തന്നെ നല്ല ട്രാവലിങ്ങോട് കൂടിയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വഞ്ചർ 250 പോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് സ്പോക്ക് വീലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അലോയ് വീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഡബിൾ പർപ്പസ് ടയേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 2,50,000 രൂപയോളാണ് ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കണ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. നിലവിൽ ഈ ഒരു സെഗ്മെന്റിലേക്ക് മൂന്നാമതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ സ്വന്തം ഹിമാലയൻ 250 ആണ്. ഇപ്പൊ നിലവിൽ അഡ്വഞ്ചർ ബൈക്ക് സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡ് പുതുതായിട്ട് ഒരു ബൈക്കിനെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഹിമാലയൻ 250 അല്ലെങ്കിൽ ഷർബ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മോഡലായിരിക്കും അവരുടെ ബൈക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഹിമാലയന്റെ അതേ രൂപസാദൃശ്യത്തോടു കൂടിയായിരിക്കും ഈ ഒരു പുതിയ ബൈക്കിന്റെ വരവ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്കിങ്ങിന്റെ ഭാഗത്തോ ഗിയർ ബോക്സിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ വീലിന്റെ ഭാഗത്തോ സസ്പെൻഷന്റെ ഭാഗത്തോ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ആ കൂടെ എഞ്ചിൻ സ്പെക്കിൽ മാത്രമാണ് ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അപ്പൊ ഈ ഒരു വർഷം തന്നെ ഇറങ്ങാൻ സാധ്യതയുള്ള ഈ ഒരു ബൈക്കിന് ഏകദേശം 1,70,000 രൂപയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചേക്കുന്നത്. എപ്രിലിയ ടെറ 250 ആണ് ഈ ഒരു സെഗ്മെന്റിൽ നാലാമതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ. നിലവിൽ ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള എപ്രിലിയ ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്നുവെച്ചാലും ഈ ഒരു വർഷം അവസാനത്തോടുകൂടി വരാൻ സാധ്യതയുള്ള ഈ ഒരു ബൈക്കിന് 250cc എഞ്ചിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്പെക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് 26 bhp പവറും അതേപോലെ തന്നെ 22 Nm ടോർക്ക് ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ ഉത്പാദിപ്പിക്കുക. ബാക്കി എല്ലാ അഡ്വഞ്ചർ മോഡലുകളൊക്കെ പോലെ തന്നെ ഈ ഒരു മോഡലിനും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ല ട്രാവലിങ്ങോട് കൂടിയിട്ടുള്ള സസ്പെൻഷനും നല്ല വലുപ്പം കൂടിയിട്ടുള്ള വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ സമയത്ത് പുതുതായിട്ട് ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യണമായിരിക്കും. ജപ്പാൻ ബൈക്ക് നിർമ്മാതാക്കളായിട്ടുള്ള യമഹ
ഐഡിയ ആയിരിക്കും അഞ്ചാമത്തെ അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ പുതിയ മോഡൽ FZ 250 ആ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു മോഡലിനും വരാം. അപ്പോൾ സ്പെക്കും കാര്യങ്ങളൊക്കെ അത്തരത്തിലാണെച്ചാൽ നമുക്ക് നിലവിൽ 5 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയായിരിക്കും ഈ ഒരു മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുക. അതേപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, എയർ കൂൾഡ് എഞ്ചിൻ ആയിരിക്കും. നിലവിലെ എഞ്ചിൻ സ്പെക്കിലും കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. 20 bhp പവറും 20 Nm ടോർക്കും തന്നെയായിരിക്കും ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിലും പ്രൊഡ്യൂസ് ചെയ്യുക. വിൻസ്ക്രീനിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻഷന്റെ ഭാഗത്ത്, ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. വണ്ടിയുടെ സീറ്റ് ഹൈറ്റും നല്ലപോലെ തന്നെ ഉയരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് സ്പോക്ക് വീൽസ് ആയിരിക്കും വരാം. സിംഗിൾ ചാനൽ ABS കൂടി വരുന്ന ഈ ഒരു മോഡലിന് ഏകദേശം 1,80,000 രൂപയുടെ അടുത്തായിരിക്കും പ്രൈസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അപ്പം നിലവിൽ ഇതൊക്കെയാണ് പുതുതായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള 5 അഡ്വഞ്ചർ ബൈക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, വൈകാണ്ട് തന്നെ ഈ ഒരു ബൈക്കുകൾ ഇന്ത്യയിൽ എത്തുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി വണ്ടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് വണ്ടികളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.